നമുക്ക് കൂണ് കൃഷി ചെയ്ത് നോക്കാം. നമുക്ക് ഞാൻ ഈ പെല്ലറ്റ് ഇങ്ങനെ കുതിർത്തി 1.5 ലിറ്റർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുവാണ് ഞാൻ കേട്ടോ. ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചാണ്. കഴിഞ്ഞോടെ ഞാൻ ചെയ്തിട്ട് ശരിയായിരുന്നു. അപ്പം ഇത്തവണ ഒന്നും കൂടി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇത് ഈ പെല്ലറ്റ് ഇങ്ങനെ 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഈ കവറിൽ തന്നെ ഇട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കുതിർത്തിയെടുക്കാം. 1.5 ലിറ്റർ വെള്ളമാണ്. ഇതിപ്പം നല്ലോണം ഇന്നലെ ഞാൻ കുതിർക്കാൻ വെച്ചതാണ്. 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ട് അത് കുതിർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ പെല്ലറ്റ് എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇത്തിരി ഇട്ട് കൊടുക്കാം, സൈഡിൽ കൂടി ഇട്ട് കൊടുത്താൽ മതി. അതിങ്ങനെ ഇട്ടിട്ട് പിന്നെ ഒരു തട്ടും കൂടി ഇട്ട് കൊടുക്കണം. എൻ്റെ ക്യാമറയ്ക്ക് ഇത്തിരി പ്രശ്നമുണ്ട്, അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുള്ള അല്ലേ. അതൊക്കെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കഴിഞ്ഞോടെ ഞാൻ ഉണ്ടാക്കിയിട്ട് കിട്ടിയതാണ്. എനിക്ക് കുറച്ച് 2 പേർക്ക് ഞാൻ കറിക്കൊക്കെ കൊടുത്തതാണ്. അപ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. ഞാനിത് പറിച്ചെടുക്കുന്നത് ഈ 2ാമത്തെ രീതിയാണ്. അല്ലെങ്കിൽ ആദ്യത്തെ രീതിയാണെങ്കിൽ കവറിലേക്ക് തന്നെ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിച്ച് വെച്ചാൽ ഈ പെല്ലറ്റ് ഇങ്ങനെ എല്ലാത്തിലും ആയിക്കോളും. ഇതിപ്പോൾ ഞാൻ കവറിനകത്ത് ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കവറിലിട്ട് പിന്നെ നമ്മൾ ഇത് വാരി ഇടുവാണ്. അപ്പം എങ്ങനെയാണ് ശരിയാവണേന്ന് നമുക്ക് നോക്കാം. ഞാൻ 5 പെറ്റ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ശരിയാക്കി 20-ാം തീയതി ശരിയാക്കിയതാണ്. ശരിയാക്കിയില്ല. ഇനി 10-15 ദിവസം കഴിയണമല്ലോ. ഇരുട്ടത്ത് വെച്ചിരിക്കണം. ഇരുട്ടുമുറിയൊന്നും വേണ്ടെന്നാണ് പറയാറ്. പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന്. ചെറിയ എന്ത് കാര്യം നമ്മൾ പഠിച്ചിട്ടാണല്ലോ എല്ലാം ചെയ്യണം. പഠിക്കാതെ ഒന്നും പറ്റില്ലല്ലോ നമുക്ക്. ഉണ്ടെന്ന് നോക്കാം. രണ്ടും ബെഡ് നിറച്ചിട്ടുണ്ട് ഞാനിട്ട്. ഇങ്ങനെ 2ാമത്തെ ഇതാണ് കാണിച്ചേക്കണത്. നമ്മൾ പാത്രത്തിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കുതിർന്ന് കഴിയുമ്പോഴേക്കും ആറാൻ വെക്കണം. ആറിയിട്ട് പിറ്റേ ദിവസം എടുത്താലും മതി കേട്ടോ. 23 മണിക്കൂർ കഴിയണം ആറണമെങ്കിൽ. തിളച്ച വെള്ളമല്ലേ ഒഴിച്ചേക്കണം. നമ്മളിത് ചെയ്ത് നോക്കി ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. കൂണ് കൃഷി ഉണ്ടാക്കി നമുക്ക് കഴിച്ചു നോക്കാം. കഴിഞ്ഞോണം ഉണ്ടാക്കിയിട്ട് എൻ്റെ കൂട്ടുകാരത്തിക്കൊക്കെ കൊടുത്തതാണ് ഞാൻ കേട്ടോ. മുകളിലും കൂടി വെതറി കൊടുക്കാം കേട്ടോ. എന്താ ഇതിപ്പോൾ നിറഞ്ഞേക്കണം കണ്ട. ഇങ്ങനെ ഇരിക്കണം നമുക്ക് ശരിക്കും വേണ്ടത് കേട്ടോ. ഇതിങ്ങനെ കെട്ടി വയ്ക്കണം. ഇനി റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ കെട്ടി വെക്കണം. നല്ലോണം ടൈറ്റാക്കി കെട്ടണം കേട്ടോ. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ 2 ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ കൂൺ കൃഷി. നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. പാത്രവും കൈയും എല്ലാം ആൽമാശിട്ട് തുടച്ചിട്ടൊക്കെ വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ടൈറ്റായിരിക്കുവാണ് കേട്ടോ. ഇനി ഇതിനകത്ത് സൂചി വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അവിടെ ഇടയ്ക്കിട്ട് ഹെയർ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ കുത്തി കൊടുക്കണം. ഇത് 18 ദിവസം നമ്മൾക്ക് വെയിൽ കൊള്ളാണ്ട് ഇരുട്ടത്ത് വയ്ക്കണം. അടുത്തതും കൂടി നമുക്ക് നിറക്കാം കേട്ടോ. ഇത് ഞാനിട്ടത് ശരിയായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് അത് ശരിയാവണില്ല.
നമുക്ക് നോക്കാം. എന്നാലും നമ്മുടെ കവറിലോട്ട് തന്നെ ഇട്ട് ശരിയാക്കിയതാണ്. മറ്റേ ചെരുവത്തിൽ വെള്ളം തിളപ്പിച്ചൊഴിച്ച് ഇതാക്കിയതാണ്. നമുക്ക് നോക്കാം കേട്ടോ ഇതെങ്ങനെയാവും. നല്ലോണം ടൈറ്റ് ആക്കണം കേട്ടോ. ഞാൻ 2 വെല്ലറ്റ് എടുത്തിട്ടുണ്ട്. ഇന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് കേട്ടോ. ഞാനിത് ഹാൻഡ് വാഷ് എടുത്തിട്ട് ഈ സൂചിയൊക്കെ ഹാൻഡ് വാഷിലൊന്ന് കഴുകണം കേട്ടോ. എന്നാലേ ഉള്ളൂ. അതിനകത്ത് ഫംഗസ് കയറാൻ പാടില്ല. അപ്പം നമുക്കിത് ഇങ്ങനെ കുത്തി കൊടുക്കാം. അവിടെ ഇവിടെ കൂട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനാണെങ്കിലും കറി വെക്കാൻ ഈ കൂണ് നല്ല കറിയല്ലേ. എന്ത് ടേസ്റ്റാണ് നമ്മൾ കറി വെച്ചാൽ. ഒരുപാട് ടേസ്റ്റ് കിട്ടുന്ന സാധനമാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നമ്മൾ ഒന്നും പഠിച്ചിട്ടല്ല ഇരിക്കുന്നത്. നമ്മൾ ചെയ്ത് നോക്കണം. കുറച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരു പ്രാവശ്യം ചിലപ്പോൾ പോവുമായിരിക്കാം, രണ്ടാമത്തെ പ്രാവശ്യം ശരിയാവുമായിരിക്കാം. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. 2 വെന്റ് ശരിയായിട്ടുണ്ട് കേട്ടോ. കണ്ട ഇതെല്ലാം വിത്തെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയത് കണ്ട. ഇങ്ങനെ ഇരിക്കണം. എന്നാലുള്ള തട്ടായിട്ടിരിക്കണം. ശരിയായിട്ടുണ്ട്. ഒന്നും കൂടി ടൈറ്റ് ആക്കാൻ വേണമെങ്കിൽ ടൈറ്റ് ആകണം. നമ്മളിപ്പോൾ ഇത് ഇറക്കിയൊരു കൊട്ടയിൽ വെച്ച പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൊട്ടയിലല്ല ഞാൻ കാണിച്ചു തരായിരുന്നു. നമുക്ക് മേടിക്കണം വെക്കാം. ഇപ്പം ഇതായിട്ട് 2ാമത്തെ ഇതാണ് ചെയ്യണത്. ആദ്യം ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ട നഷ്ടമൊന്നും വന്നില്ല. എനിക്ക് കറി വെക്കാണെങ്കിലും കിട്ടിയല്ലോ. ഒന്നും പോയില്ല. എൻ്റെ കൂട്ടുകാരത്തേക്ക് 2 പേർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തത്. അപ്പം എല്ലാവരും ഈ കൂണ് കൃഷി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പോകും. അത്രേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണ പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ വരേക്കും ബൈ.